നമസ്കാരം. കോഴഞ്ചേരി പൗരാവലിയുടെ സംരക്ഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴഞ്ചേരി പൗരാവലി ഇന്ന് സംരക്ഷണവുമായി നിങ്ങൾ മുമ്പിൽ എത്തുന്നത് കോഴഞ്ചേരി വഞ്ചിത്തറക്കരയിലെ എഫേദ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സൗജന്യ ഭക്ഷണ വിതരണ സ്റ്റാളിൽ നിന്നാണ്. എല്ലാ വർഷവും മാരാവൺ കൺവെൻഷൻ വരുന്ന വിശ്വാസികൾക്ക് സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു സംഘടനയാണ് എഫേദ ചാരിറ്റബിൾ ട്രസ്റ്റ്. ജാതിമത ഭേദമെന്നെ ഒരുപറ്റം ആളുകൾ ഒത്തൊരുമിച്ചുകൊണ്ട് ഭക്ഷണം അവിടെ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് മാരാവൺ കൺവെൻഷൻ വരുന്ന വിശ്വാസികൾക്ക് ഫ്രീ ആയി വിതരണം ചെയ്യുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഞങ്ങളുടെ ഈ സംരക്ഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും എഫേദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭക്ഷണം വിളമ്പുകയാണ്. കോഴഞ്ചേരി മർദ്ദമ വികാരി എബ്രഹാം തോമസ് അച്ഛൻ ആണ് ഇന്ന് ഭക്ഷണം വിളമ്പിക്കൊണ്ട് ഈ സംരംഭം ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷത്തെയും പോലെ ആയിരക്കണക്കിന് ആളുകളാണ് മാരാവൺ കൺവെൻഷന് വന്നതിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി എഫേദ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ സ്റ്റാളിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാവരും പതിവ് പോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങിയവരാണ്. ആ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് വീണ്ടും എഫേദ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്ഥലത്തേക്ക് അവർ വീണ്ടും എത്തിയിരിക്കുന്നത്. നേരത്തെ കാലങ്ങളിൽ ഇവിടെ ഉച്ചഭക്ഷണം നമ്മുടെ ചോറും കൂട്ടാനുമൊക്കെയാണ് വിളമ്പിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ക്രമാതീതമായ ആളുകളുടെ വർധന കാരണം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കാരണം ഇപ്പോൾ അത് ബിരിയാണിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് രണ്ട് സൈഡിലും പന്തലിൻ്റെ രണ്ട് സൈഡിലും ക്യൂ നിന്നുകൊണ്ട് വളരെ അച്ചടക്കത്തോടു കൂടി ഭക്ഷണശാലയിൽ വന്ന് ഭക്ഷണം വാങ്ങിച്ച് ഭക്ഷിക്കുന്നത്. വേലപ്പടിയിൽ ബേബിച്ചായൻ്റെ കുടുംബമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും സഹോദരിമാരും ബന്ധുമിത്രാദികളും കൂട്ടുകാരും സഹപ്രവർത്തകരും അയൽക്കാരും എല്ലാം ചേർന്നാണ് ഈ പ്രസ്ഥാനം വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ തന്നെ സ്വന്തം സ്ഥലമാണിത്. ആ സ്ഥലത്ത് തന്നെയാണ് ഈ ഭക്ഷണം പാകം ചെയ്ത് ഈ വിശ്വാസികൾക്ക് വിളമ്പുന്നത്. മർത്തോമ മെത്രാപ്പോലിത്ത വലിയ മെത്രാപ്പോലിത്ത ആയിരുന്ന ക്രിസ്തോസ്റ്റം മർത്തോമ വലിയ മെത്രാപ്പോലിത്തയുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സംരംഭം ഇന്നിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാരാവൺ കൺവെൻഷന് വരുന്ന വിശ്വാസികൾ ആരും ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടാതെ വിശന്നിരിക്കരുത് എന്ന ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായി ഒരുപറ്റം ആളുകളോട് തിരുമേനി പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ പ്രസ്ഥാനം വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് ഈ സ്റ്റാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എഫേദ ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ വർഷവും സൗജന്യമായി ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. ഇതിൻ്റെ നടത്തിപ്പ് നമ്മുടെ മേലേപ്പീടികയിൽ ബേബിച്ചായനും കുടുംബവുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇതിൻ്റെ നടത്തിപ്പ് എങ്ങനെയാണ്, ഇതിൻ്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് മേലേപ്പീടികയിൽ ബേബിച്ചായനോട് ചോദിക്കാം. അതായത് ഇത് നമ്മൾ 2014 തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ മുടങ്ങാതെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ച് 10-15 ഫ്രണ്ട്സായിട്ട്, അത് കോഴഞ്ചേരി ഇടവകപ്പെട്ടവരും നമ്മളോട് സ്നേഹിതന്മാരായിട്ടുള്ള മറ്റു ആൾക്കാരും കൂടി ചേർന്ന്, അതായത് മറ്റ് സമുദായത്തിലുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാം കൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ വർഷവും ഭംഗിയായിട്ട് നടക്കുന്നത്. ഈ വർഷം ബിരിയാണിയായിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം നാളെ 4 ദിവസം ഞങ്ങൾ ഭംഗിയായിട്ട് കൊടുക്കാനുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾ 10-15 പേരോടുള്ള ഷെയറിങ് മാത്രമേ ഉള്ളൂ. ആരോടും പിരിവായിട്ടില്ല. നമ്മുടെ സ്നേഹിതന്മാർ തരുന്നു. എല്ലാ വർഷവും തന്ന ആ സഹകരണത്തിലാണ് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത്.
ഈ എഫേദ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഇത് നടപ്പിലാക്കുന്നത് എങ്ങനെയാണെന്ന് മേലേപ്പടിയിൽ ബേബിച്ചാൻ ഇപ്പോൾ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ട് കാണുമല്ലോ. ആരിൽ നിന്നും നിർബന്ധമായിട്ട് യാതൊരു പിരിവുകളുമില്ല. താല്പര്യമുള്ളവർക്ക് ഈ സംരംഭത്തിൽ പങ്കുചേരാം. കാരണം ഇത് എല്ലാ വർഷവും ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഈ വർഷം പുതിയതായി വന്നതല്ല. മുൻ വർഷങ്ങളിൽ വന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ മടങ്ങിയവർ, വചനം കേട്ട് മടങ്ങിയവർ ഈ വർഷവും ഈ പന്തലിലെത്തി എഫേദ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഭക്ഷണം കഴിച്ച് മടങ്ങുകയാണ് വളരെ സന്തോഷത്തോടെ. ആയിരക്കണക്കിന് ആൾക്കാർ വന്നാൽ പോലും അവർക്ക് നിൽക്കുന്നതിന് വേണ്ടി ഈ സ്ഥലത്ത് സൗകര്യമുണ്ട്. ജാതി മരങ്ങളും മറ്റും തണലുള്ളതിനാൽ അവിടെ സുഖമായി ഭക്ഷണം കഴിച്ച് മടങ്ങുന്നതിനുള്ള സൗകര്യമുണ്ട്. എല്ലാവരും നിറഞ്ഞ വയറോടുകൂടിയാണ് ഇവിടുന്ന് യാത്രയാകുന്നത്. ആർക്കും ഇവിടെ ഭക്ഷണം കിട്ടാതെ ഇരിക്കത്തില്ല. രണ്ട് സൈഡിലും ക്യൂ ഉണ്ടെങ്കിലും ആ ക്യൂ മുഴുവൻ തീരുന്നത് വരെ ഭക്ഷണം വിളമ്പുന്നതിനുള്ള കപ്പാസിറ്റി ഇന്ന് ഈ എഫേദ ചാരിറ്റബിൾ ട്രസ്റ്റിനുണ്ട്. അവർക്ക് ആവശ്യമുള്ള വെള്ളവും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആർക്കും ഭക്ഷണം കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല. എല്ലാവരും വയറ് നിറച്ച് സന്തോഷത്തോടു കൂടി തന്നെയാണ് യാത്രയാകുന്നത്. എഫേദ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലുള്ള സംഘടനകൾ ഇനിയും എന്നാണ് കോഴഞ്ചേരി പൗരാവലിക്ക് പറയാനുള്ളത്. കാരണം വിശന്ന വയറുമായി ആരും മാനവൻ മണപ്പുറത്തൂടെ വചനം കേട്ട് മടങ്ങാൻ പാടില്ല എന്ന തത്വം ആണ്. ഏതായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ള ഒരു പ്രവർത്തനമാണ്. നന്മ നിറഞ്ഞ ഈ പ്രവർത്തനത്തിന് കോഴഞ്ചേരി പൗരാവലി എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. അടുത്ത വർഷവും ഇതിലും ഭംഗിയായി, ഇതിലും ശക്തമായി, ഇതിലും കൂടുതൽ കപ്പാസിറ്റിയോടെ എഫേദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട. ഇന്ന് ശനിയാഴ്ച ദിവസമായിരുന്നു. ഇന്ന് ആളുകൾ നല്ല രീതിയിൽ മണപ്പുറത്ത് എത്തിയിരുന്നു. നാളത്തെ ദിവസം സമാപനമാണ്. നാളെയും വളരെ വലിയ ആൾക്കൂട്ടം തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ എഫേദ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്തി വരികയാണ്. എല്ലാവർക്കും ഈ സംരംഭം വന്ന് കാണുന്നതിനുള്ള സൗകര്യമുണ്ട്. ഇത്രയും വിജയകരമായി നടത്തുന്ന ഈ പ്രസ്ഥാനം എന്നും നിലനിൽക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. വരും കാലങ്ങളിലും ഇതുപോലുള്ള സംരംഭങ്ങൾ വിജയകരമായി തന്നെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കോഴഞ്ചേരി പൗരാവലി ആണ് നിങ്ങൾക്ക് വേണ്ടി ഈ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ കോഴഞ്ചേരി പൗരാവലി എന്ന ഞങ്ങളുടെ ഈ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കോഴഞ്ചേരി പൗരാവലിയുടെ യൂട്യൂബ് ചാനൽ കോഴഞ്ചേരി പൗരാവലി എന്ന യൂട്യൂബിലുണ്ട്. നിങ്ങളെല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആണ് കോഴഞ്ചേരി പൗരാവലിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ഈ സംപ്രേഷണം നിങ്ങളുടെ അരികിലേക്ക് എത്തുമ്പോൾ ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്നും ഇതുപോലുള്ള സംരംഭങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്നും ഞങ്ങൾ കോഴഞ്ചേരി പൗരാവലി ആശംസിക്കുക. വിശക്കുന്നവന് ഭക്ഷണം നൽകുക എന്നത് ഒരു പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മമാണ് എഫേദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വചനം കേൾക്കുക തന്നെയല്ല, മാറാൻ കൺവെൻഷന് വരുമ്പോൾ വചനം കേൾക്കുക തന്നെയല്ല, അത് പ്രവൃത്തിയിലും കാണിക്കണം എന്ന ഉത്തമ ബോധത്തോടെയാണ് വേലേപ്പിടിക്കൽ ബേബിച്ചാനും കുടുംബവും ഈ സംരംഭം എല്ലാ വർഷവും വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സൽപ്രവൃത്തിക്ക് നേതൃത്വം നൽകുന്ന വേലേപ്പിടിയെ ബേബിച്ചാനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കോഴഞ്ചേരി പൗരാവലി ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നന്മകളും ഈ സംരംഭവുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും നന്മകൾ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട.
ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതെ ഇതുപോലൊരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങളുടെ ഈ സംപ്രേഷണം കണ്ട എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ആവശ്യത്തിന് സ്റ്റോക്കുണ്ട്. ഈ സ്ഥലത്ത് തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ ശ്രദ്ധയോടെ കൂടെ തന്നെയാണ് ഇതെല്ലാം ഉത്തരവാദിത്തപരമായി ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാരാവൺ കൺവെൻഷനുമായി അനുബന്ധിച്ച് കോഴഞ്ചേരി വഞ്ചിത്ര ഭാഗത്ത് ഒരു പറ്റം നാട്ടുകാർ സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്നതാണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഫേദ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ വർഷങ്ങളായി മാരാവൺ കൺവെൻഷൻ വരുന്നവർക്ക് എല്ലാ വർഷവും സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്നത് ആരുടെ കയ്യിൽ നിന്നും നിർബന്ധമായി യാതൊരു പിരിവുകളും നടത്താതെയാണ്. മനസ്സുള്ളവർക്ക് ഈ സംരംഭത്തിൽ അംഗമാകാം. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും കൂടെ ജാതി മത ഭേദമെന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് നടത്തുന്ന ഒരു സംരംഭമാണ്. എല്ലാ വർഷവും ഇതേം പോലെ ഈ വർഷവും ആയിരക്കണക്കിന് ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്താണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. ഞങ്ങളെ ഈ സംപ്രേഷണം കണ്ട എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് കോഴഞ്ചേരി പൗരാവലിക്ക് വേണ്ടി കോഴഞ്ചേരി വഞ്ചിത്രക്കരയിൽ നിന്ന് യോജി കാവുംപടിക്കൽ.